ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 261 ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിംഗ് എ സ്ക്വയർ ആൻഡ് 4 ട്രയാങ്കിൾസ് വിത്ത് ഡയമെൻഷൻ ഓൺ സ്പെസിഫൈഡ് ഇൻ ദ പിക്ചർ എ പിരമിഡ് ഈസ് മെയ്ഡ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ക്വയറും ഒരു ട്രയാങ്കിളും സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 24 സെൻറ്റിമീറ്ററും ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പിരമിഡായിട്ട് വരയ്ക്കുമ്പം അത് സ്ലാൻ ഹൈറ്റ് ആണ്, അത് 18 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ സ്ക്വയർ പിരമിഡ് വരച്ച് കാണിക്കാം. ഞാൻ ഇവിടെ സ്ക്വയർ പിരമിഡ് വരച്ചിട്ടുണ്ട്. സ്ക്വയർ പിരമിഡിൻ്റെ ഒരു സൈഡ് 24 സെൻറ്റിമീറ്ററും സ്ലാൻ ഹൈറ്റ് എല്ലാണ്. ആൽഫബറ്റ് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എ ഈക്വൽ ടു 24ഉം എൽ ഈക്വൽ ടു 18ഉമാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് h ആണ്. h ഈ ഹൈറ്റ് ആണ്. അതായത് അപ്പെക്സിൽ നിന്ന് മിഡ് പോയിന്റ് ഓഫ് ദി ബേസിലേക്ക്, ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ നടുക്കത്തെ പോയിന്റിലേക്കുള്ള ലംബം, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ h കാണാനായിട്ട് നമ്മളിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അല്ലേ. പൈതഗോറസ് തിയറം ആണ് അപ്ലൈ ചെയ്യുന്നത്. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിന്റെ ഉയരം, ഈ സ്തൂപികയുടെ ഉയരമാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കർണം എന്ന് പറയുന്നതാണ് ഈ സ്ലാൻ ഹൈറ്റ് 18. അതായത് എൽ സ്ക്വയർ ഈക്വൽ ടു h സ്ക്വയർ പ്ലസ്, പിന്നെ ഇതെന്താണ്, എയുടെ പകുതിയാണ്, a/2 ഹോൾ സ്ക്വയർ. ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ L 18 ആണ്. 18 സ്ക്വയർ ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് a/2 എന്ന് പറയുന്നത് 12 സ്ക്വയർ. അപ്പോൾ 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നാൽ 324 ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ 144. അപ്പോൾ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324ൽ നിന്ന് ഈ 144 കൂട്ടിയിരിക്കുന്ന അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ h സ്ക്വയർ എത്ര വന്നു? അപ്പോൾ h കാണണം. h കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 180 ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഹരിക്കാം, 90 വന്നു. ഇനി ഇതിനെ വേണമെങ്കിൽ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം, 45 വരും. പിന്നെ 5 കൊണ്ട് ഹരിക്കുമ്പം 9 വന്നു, 3. അപ്പോൾ 2 എണ്ണം ഉള്ളത് എടുക്കണം അല്ലേ. അപ്പം അതിൽ നിന്ന് ഓരോന്ന് വീതം എടുക്കുക. അപ്പം 2 ഇൻറ്റു h കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് 2 എടുത്തു, ലാസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 3 എടുത്തു. പിന്നെ ഒറ്റയ്ക്ക് നിന്നതിന് റൂട്ടിനകത്തും ഇടുക. 2 3s are 6 √5. ആൻസർ സെന്റിമീറ്ററിലാണല്ലോ. ഇനി രണ്ടാമത്തെ ഫിഗർ നമുക്ക് നോക്കാം. അതിന്റെ ഹൈറ്റും എത്രയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 24 തന്നെയാണ് സമചതുരത്തിന്റെ. പക്ഷെ ത്രികോണത്തിന്റെ ഈ സമപാർശ്വ ത്രികോണമാണല്ലോ, ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ 2 ഈക്വൽ ആയിട്ടുള്ള വശങ്ങളാണ് 30 സെന്റിമീറ്റർ. അപ്പൊ ആ വശം ഇങ്ങനെ ചെരിഞ്ഞാ വരുന്നത് അല്ലെ. ആ വശം ചെരിഞ്ഞു വരുമ്പോൾ അതിന്റെ എഡ്ജ്, ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കാണ് എന്ത്, 30 സെന്റിമീറ്റർ. അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് ഏതാണ്? ഇ ആണ് അല്ലെ. ആ ഇ ആണ് നമുക്ക് 30 സെന്റിമീറ്റർ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ എന്ത് കിട്ടണം? എൽ കിട്ടിയാൽ, അതായത് ഏതാണ് എൽ? ഈ സ്ലാൻ ഹൈറ്റ് എൽ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് സ്ലാൻ ഹൈറ്റ് എൽ കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ വരച്ച് കാണിക്കാം. സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ആണ്, അതാണ് എൽ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതാണ് ആ സമചതുരത്തിന്റെ ഒരു വക്കായിട്ട് വരുന്നത്. അപ്പൊ 24ന്റെ പകുതി 12 മതി നമുക്ക് ഈ ഒരു ത്രികോണത്ത് പൈതഗോറസ് തിയറം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇ സ്ക്വയർ ഈക്വൽ ടു ഇ ആണ് 30. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 സ്ക്വയർ ആണല്ലോ. ഈ എത്രയാണ്? 30 ആണ്. 30 സ്ക്വയർ ഈക്വൽ ടു എൽ നമുക്ക് കണ്ടുപിടിക്കണം, പ്ലസ് a/2 ആണ് 12, a 24 ആണ്, 12 സ്ക്വയർ. 30ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 30 × 900 ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 12ൻ്റെത് 144.
ഇപ്പൊ L² കാണാൻ വേണ്ടി ഇവിടെ 900 ഉണ്ട്, ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ആയി, -144. അപ്പൊ L² എത്ര കിട്ടി? 756 എന്ന് കിട്ടി. ഇനി നമുക്ക് L കാണാൻ വേണ്ടിയിട്ട് എന്താ, √756, അതായത് സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് ഇടുന്നു അല്ലെ. ഇനി 756 ഒരു ഈവൻ നമ്പർ ആണ്, അപ്പൊ അതിനെ 2 കൊണ്ട് ഹരിക്കാം. 7-നകത്ത് എത്ര 2 ഉണ്ട്? 3 പ്രാവശ്യം, മിച്ചം 1 വന്നു. അപ്പൊ അടുത്ത നമ്പർ 15 ആയിട്ട് എടുത്തിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7 പ്രാവശ്യം വന്നു, 14 ആയി. പിന്നെ മിച്ചം 1 ഉണ്ട്, 16-നകത്ത് 2 പ്രാവശ്യം. വീണ്ടും ഇരട്ട സംഖ്യ 8 പ്രാവശ്യം 2 ഉണ്ട്. വീണ്ടും ഇരട്ട സംഖ്യ കിട്ടിയപ്പോൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3-നകത്ത് 2 1 പ്രാവശ്യം, മിച്ചം 1. 17-നകത്ത് 2 8 പ്രാവശ്യം. 8 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 16 ആണ്, മിച്ചം 1 വന്നപ്പോൾ 18-നകത്ത് 9 പ്രാവശ്യം. ഇനി ഇതിനകത്ത് ഇത് 3 കൊണ്ട് ഹരിക്കാം അല്ലെ. 6 പ്രാവശ്യം 18, മിച്ചം ഒന്നുമില്ല. 3-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി. വീണ്ടും 3, അപ്പൊ 21 വന്നു. വീണ്ടും 3, 7 വന്നു അല്ലെ. 2 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണമല്ലോ. അപ്പൊ ഇത് 2ഉം ഇത് 2ഉം പിന്നെ എല്ലാം ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്താ, ഗ്രൂപ്പ് ചെയ്തതിൽ നിന്ന് ഓരോന്ന് വെച്ചെടുക്കുക. 2 × 3. പിന്നെ ഗ്രൂപ്പ് ചെയ്യാത്ത 7 ഗുണിക്കുക. 7 × 3 21, അത് റൂട്ടിനകത്ത് ഇടുക. അപ്പൊ 6√21 സെന്റിമീറ്റർ എന്ന് വന്നല്ലോ. ഇതെന്താണ്? L ആയതേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റ് കാണാൻ വേണ്ടി വീണ്ടും ഈ ട്രയാങ്കിളിനകത്ത് ഇട്ട് കൊടുക്കണമല്ലോ. അതായത് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്തെഴുതാം? L² = h² + a/2 ഹോൾ സ്ക്വയർ. അപ്പൊ L², അപ്പൊ ഇവിടെ L കാണണമെന്നില്ല, നമുക്ക് L² സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 756 = h² കാണണം പ്ലസ് a/2. a 24 ആയതുകൊണ്ട് a/2 12 സ്ക്വയർ. അപ്പോൾ 756 = h² + 144 എന്ന് എഴുതാമല്ലോ. അപ്പൊ h² = 756-ന്ന് 144 കുറയ്ക്കുക. അപ്പൊ h² എത്ര വന്നു? 612 എന്ന് വന്നു. ഇനി h കാണാൻ വേണ്ടിയിട്ട് √612. 612-നെ 2 കൊണ്ട് ഹരിക്കാം. 6-നകത്ത് 2 3 പ്രാവശ്യം, 1-നകത്ത് 2 ഇല്ല, അപ്പോൾ 0 ഇടണം, മറക്കരുത്. പിന്നെ 12-നകത്ത് 2 6 പ്രാവശ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു പാർട്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. വീണ്ടും ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് 1, 3-നകത്ത് 2 1 പ്രാവശ്യം, മിച്ചം 1. 10-നകത്ത് 5 പ്രാവശ്യം, 6-നകത്ത് 2 3 പ്രാവശ്യം. ഇനി 3 കൊണ്ട് ഹരിക്കാവല്ലോ. 15-നകത്ത് 5 പ്രാവശ്യം, 3-നകത്ത് 1 പ്രാവശ്യം, 51. വീണ്ടും 3 കൊണ്ട് ഹരിക്കാവല്ലോ. 5-നകത്ത് 3 1 പ്രാവശ്യം, മിച്ചം 2. 21-നകത്ത് 3 7 പ്രാവശ്യം. 17 ഒരു പ്രൈം നമ്പറാണ്. ഇനി ഗ്രൂപ്പ് ചെയ്ത് ഇത് 2 ഒരു ഗ്രൂപ്പ്, ഇത് 2 കൂടെ ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പിനകത്ത് നിന്ന് 1 വീതം എടുക്കുക. 2 × 3 ഒറ്റയ്ക്കിരിക്കുന്ന 17 റൂട്ടിനകത്ത് ഇടുക. അപ്പോൾ 6√17 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ, ഹൈറ്റ് ആയല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 262-ലെ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. പേജ് നമ്പർ 262-ലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. A square pyramid of base edge 10 centimeters and height 12 centimeters is to be made of paper. What should be the dimensions of the triangles? അതായത് ഒരു സമചതുര സൂപികയുടെ പാദവക്കിന്റെ നീളം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും ആണെങ്കിൽ ആ ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ത്രികോണമാണ് പാർശ്വമുഖങ്ങൾ അല്ലെ. ആ പാർശ്വമുഖങ്ങളുടെ അതായത് ആ ത്രികോണത്തിന്റെ പാദം അത് ഏത് വശത്താണെങ്കിലും അത് 10 സെന്റിമീറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാർശ്വവക്കാണ്. അതായത് പാർശ്വവക്കിന് നമ്മൾ ഇ എന്ന അക്ഷരമാണ് കൊടുക്കുന്നത്. പാർശ്വവക്ക് എന്ന് പറഞ്ഞാൽ ഇത് 4 ത്രികോണം ഉണ്ട്. 4 ത്രികോണത്തിന്റെയും പാർശ്വവക്കുകളുടെ നീളങ്ങൾ തുല്യമാണ്. കാരണം എന്താണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് 4 ട്രയാങ്കിൾസിന്റെയും 2 സൈഡ്സ് വെച്ച് ഈക്വൽ ആണ്. ബേസ് 10 തന്നെയുമാണ്.
അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഹൈറ്റും പിന്നെ ബേസ് എഡ്ജുമാണ്, ഉയരവും പാദവക്കിന്റെ നീളവും. അപ്പൊ ഈ പച്ച കളറിലെ ട്രയാങ്കിൾ മട്ടത്രികോണം വെച്ചിട്ട് നമുക്ക് ആദ്യം എൽ അഥവാ സ്ലാൻ ഹൈറ്റ് കാണണം. അപ്പൊ എല്ലും ഈ ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൽ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഈ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ പച്ച കളറ് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം വെച്ചിട്ട് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പൊ കർണം എന്ന് പറയുന്നത് എൽ ആണ്. എൽ സ്ക്വയർ ഈക്വൽ ടു പാദം എന്ന് പറയുന്നത് a/2 ആണ് പ്ലസ് ഹൈറ്റ് h അല്ലെ. അപ്പൊ a/2 എന്ന് പറയുന്നത് a 10 ആണെങ്കിൽ a/2 5 ആണല്ലോ. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, 5 സ്ക്വയർ 25 പ്ലസ് 12 സ്ക്വയർ 144. അപ്പൊ 169 എന്ന് വന്നല്ലോ. അപ്പൊ എൽ കാണാൻ വേണ്ടിയിട്ട് സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ റൂട്ട് ഇടണം. 169ന്റെ റൂട്ട് 13 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലിന് 13 കിട്ടി. ഇനി എൽ അറിയാമെങ്കിൽ, അതായത് നമുക്ക് ട്രയാങ്കിളിന്റെ സ്ലാൻ ഹൈറ്റ്, അതായത് ഇതാണ് 13 ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇനി ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. അപ്പൊ ഇവിടെയാണ് ഈ ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് a/2 5 വരും. മനസ്സിലായോ? ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പൈതഗോറസ് തിയറം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറത്തിൽ ഈ ആണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. എൽ എത്രയാണ്? എൽ സ്ക്വയർ എത്രയാണ്? 169, അല്ലെങ്കിൽ എൽ 13ന്റെ സ്ക്വയർ പ്ലസ് a/2 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ. അപ്പൊ 169 പ്ലസ് 25 എന്ന് വന്നല്ലോ, 194 എന്ന് വന്നു അല്ലെ. അപ്പൊ ഈ എന്താണ്? റൂട്ട് ഓഫ് 194. ഇനി നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ വശങ്ങൾ അഥവാ സൈഡ്സ് എങ്ങനെ വരും? ഏതൊക്കെയാണ് വശങ്ങൾ വരുന്നത്? ഈ ആണ്, 2 പ്രാവശ്യം ഈ വരും. ഇത് രണ്ടുമാണ് തുല്യ വശങ്ങൾ അല്ലെ, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. പിന്നെ ബേസ് എയും വരും അല്ലെ. അപ്പൊ ഈ എന്താണ്? റൂട്ട് 194 സെന്റിമീറ്റർ. അടുത്തതും റൂട്ട് 194 സെന്റിമീറ്റർ. പിന്നെ എ എന്ന് പറയുന്ന 10 സെന്റിമീറ്റർ. 3 വശങ്ങളും കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഹൈറ്റ്, സ്ലാൻ ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഹൈറ്റിന്റെ സ്ക്വയർ ഇപ്പൊ h സ്ക്വയർ, പിന്നെ സ്ലാൻ ഹൈറ്റിന്റെ സ്ക്വയർ ഇപ്പൊ l സ്ക്വയർ, പിന്നെ ലാറ്ററൽ എഡ്ജ് ഇയുടെ സ്ക്വയർ. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ഇതൊരു സമാന്തര ശ്രേണിയിലാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ഉയരവും ചരിവുയരവും പാർശ്വവക്കിന്റെ നീളം, ഇത് മൂന്നിന്റെയും സ്ക്വയറുകൾ, വർഗങ്ങള് ഇത് ഒരു സമാന്തര ശ്രേണിയിലാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ നമുക്ക് ഈ പച്ച കളറിലെ ത്രികോണം എടുത്തിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. പാദം എന്താണ്? എ ആണ് ഈ സമചതുരത്തിന്റെ പാദം, പാദവക്ക് അല്ലെ. അപ്പൊ ഇവിടെ ത്രികോണത്തിൽ വരുമ്പോ അത് a/2 ആവും. അപ്പൊ a/2 ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ എന്ന് വന്നല്ലോ. അല്ലെങ്കിൽ ഈ h സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എൽ സ്ക്വയർ മൈനസ് h സ്ക്വയർ എന്തായി? a/2 ഹോൾ സ്ക്വയർ ആയി. ഇനി നമുക്ക് ഈ ലാറ്ററൽ ഫേസ് മാത്രം എടുക്കാം, അതായത് ആ ത്രികോണം മാത്രം എടുക്കാം. ഇപ്പൊ ത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന L ആണ്, സ്ലാൻ ഹൈറ്റ്. പിന്നെ ഇത് a/2 ആണ്, ഇത് E ആണ്. അപ്പൊ ഇവിടെ വന്നത് എന്താണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് നോക്കുമ്പോൾ E സ്ക്വയർ ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഈ L സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ E സ്ക്വയർ മൈനസ് L സ്ക്വയർ ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ നോക്ക്, L സ്ക്വയർ മൈനസ് h സ്ക്വയറും E സ്ക്വയർ മൈനസ് L സ്ക്വയറും രണ്ടും തുല്യമാണ് അല്ലെ. ഇനി ഇതൊരു സമാന്തര ശ്രേണിയിലാകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. അപ്പൊ കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് കാണാനായിട്ട് പൊതുവ്യത്യാസം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കണം അല്ലെ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് L സ്ക്വയർ ആണ് മൈനസ് h സ്ക്വയർ ആണ് അല്ലെ. ഇനി
അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ചാലും പൊതുവ്യത്യാസം കിട്ടുമല്ലോ. അതായത് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറും പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇനി എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി a/2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറും a/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ ഇത് രണ്ടും സെയിമും ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തറിയാം എഴുതാം. therefore എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ആൻഡ് ഇ സ്ക്വയർ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഇ സ്ക്വയർ എന്നിവ സമാന്തര ശ്രേണിയിലാണ് എന്നെഴുതാം. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. എ സ്ക്വയർ പിരമിഡ് ഈസ് ടു ബി മെയ്ഡ് വിത്ത് ദ ട്രയാങ്കിൾ ഷോൺ ഹിയർ ആസ് എ ലാറ്ററൽ ഫേസ്. വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? വാട്ട് ഈസ് ദ ബേസ് എഡ്ജ് ഈസ് 40 centimeters ഇൻസ്റ്റെഡ് ഓഫ് 30 centimeters. അപ്പൊ ഇത് പാർശ്വമുഖമായിട്ട് വരുന്ന ഒരു സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം സ്ലാൻ ഹൈറ്റ് കാണണം. അതായത് സ്ലാൻ ഹൈറ്റ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഇ ആണ് 25, ഇത് ബേസ് എ ആണ് അല്ലെ. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ 25 ആണ്. 25ന്റെ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 30ന്റെ പകുതി 15, 15ന്റെ സ്ക്വയർ. എൽ സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ. ഈ പ്ലസ് 15 സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 15 സ്ക്വയർ. 25ന്റെ സ്ക്വയർ 625, 15ന്റെ സ്ക്വയർ 225. അപ്പൊ 400 വന്നല്ലോ. എൽ സ്ക്വയർ 400 ആണെങ്കിൽ എൽ ഈക്വൽ ടു റൂട്ട് 400 അല്ലേ. 4ന്റെ റൂട്ട് 2, അപ്പോൾ 20 സെന്റിമീറ്റർ. ഒരു പൂജ്യമേ ഇടാവുള്ളൂ. റൂട്ടിനകത്ത് 2 പൂജ്യം ഉണ്ടെങ്കിൽ റൂട്ട് കളയുമ്പോൾ ഒറ്റ പൂജ്യമേ വരത്തുള്ളൂ. അപ്പൊ എല്ല് കിട്ടി. എല്ലല്ലോ നമുക്ക് വേണ്ടത്, ഹൈറ്റ് അല്ലേ വേണ്ടത്. അപ്പൊ ഹൈറ്റ് കാണാൻ വേണ്ടി നമുക്ക് ആ പിരമിഡിന്റെ ഹൈറ്റ് അല്ലെ, അവിടെ സ്ലാൻ ഹൈറ്റ് ആണ് എന്ത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ പടം വരച്ച് നമ്മൾ കണ്ടുപിടിച്ച. അപ്പൊ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2. a 30 ആണെങ്കിൽ a/2 15, 15ന്റെ സ്ക്വയർ. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ ടു 400 മൈനസ് 15ന്റെ സ്ക്വയർ 225 ആണ്. അപ്പൊ എച്ച് സ്ക്വയർ എത്ര വന്നു? 175. അപ്പൊ എച്ച് എന്ന് പറയുന്ന റൂട്ട് 175 അല്ലേ. 175നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 3 ടൈംസ് 15 വരും. ബാക്കി 2, 25നകത്ത് 5. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്ന് വന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അതിനകത്ത് 5 ആണ് വന്നിരിക്കുന്നത്. 5 ഒരു പ്രാവശ്യം എഴുതുക, ബാക്കി റൂട്ടിനകത്ത് ഇടുക. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഈ 30ന് പകരം പാദം 40ആയി, ബാക്കി ഒന്നും മാറുന്നില്ല. അതായത് ഈ 30ന് പകരം ഇവിടെ 40 ആയാൽ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണ്. ഇ എന്ന് പറയുന്നത് 25 ആണ്. 25 സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a 40 ആകുമ്പോൾ പകുതി 20 അല്ലേ. അപ്പോൾ 625 ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 400. അപ്പൊ എൽ സ്ക്വയർ എന്ത് വന്നു? 625ന്ന് 400 കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? 225. അപ്പൊ എൽ എത്ര വന്നു? റൂട്ട് ഓഫ് 225, അതായത് 15 സെന്റിമീറ്റർ. എൽ 15 കിട്ടിയല്ലോ. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എൽ കിട്ടി. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 15ന്റെ സ്ക്വയർ 225 ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a 40 ആണ്. 40ന്റെ പകുതി 20ന്റെ സ്ക്വയർ 400. അപ്പോൾ എച്ച് സ്ക്വയർ ഈക്വൽ ടു 225 മൈനസ് 400. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ ആൻസർ എന്താവും?
നെഗറ്റീവ് ആകും, ന്യൂനസംഖ്യ ആകും. ഒരു ന്യൂനസംഖ്യയുടെ റൂട്ട് നമുക്ക് കാണാൻ അറിയാവോ? എച്ച് സ്ക്വയർ ആണ് നെഗറ്റീവ്, അപ്പൊ എച്ച് റൂട്ട് നെഗറ്റീവ് ആവും. അങ്ങനെ ഒരു ഹൈറ്റ് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. വി കനോട്ട് മേക്ക് ദ സ്ക്വയർ പിരമിഡ്. നമുക്ക് ആ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ആ സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് എഴുതിയാൽ മതി.